താരനുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവർ കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ അവരുടെ ടീഷർട്ടിലോ മറ്റോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ താരന്റെ പൊടി വീഴുക, മറ്റുള്ളവർ ഇത് കാണുമെന്നുള്ള പലതരത്തിലുള്ള ടെൻഷനാണ് പല ആൾക്കാർക്കും ഉണ്ടാകുന്നുള്ളത്. നമ്മൾ ഈ താരനെ വിചാരിക്കുന്നത് കേവലം ഒരു സൗന്ദര്യ പ്രശ്നമല്ല, ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. പൊതുവെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാല് താരൻ എന്ന് പറയുന്നത് ഈ തല ഡ്രൈ ആവുമ്പോഴാണ് പൊതുവെ ഉണ്ടാകുന്നത് എന്നാണ്. സാധാരണയായിട്ട് എണ്ണമയം കൂടിയാലും കൂടുതലായിട്ട് ഫംഗസ് തലയിലുണ്ടെങ്കിലും വയറ്റിലുള്ള ആരോഗ്യം, അതായത് വയറിന്റെ ആരോഗ്യം പ്രോപ്പർ അല്ലെങ്കിലും പൊതുവെ താരനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കൃത്യമായിട്ട് ഇതിന് മെഡിസിൻ എടുക്കുവാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അതിന്റെ കൂടെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മിനിമലായിട്ട് ഷാമ്പു ചെയ്താൽ നമ്മളുടെ താരൻ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഈ പൂർണ്ണമായിട്ടും താരൻ മാറുന്നത് വരെ നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം. ഹോമിയോപ്പതിയിൽ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും മെഡിസിനും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും പ്രോപ്പർ ആയിട്ട് മെഡിസിൻ എടുക്കാനും ഒരു തരത്തിലുള്ള മടിയും കാണിക്കരുത്.